ഇന്നത്തെ ടോപ്പിക് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് തന്നെയാണ്. ഷുഡ് ബി പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് ആൻഡ് ഷുഡ് ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്. ഷുഡ് ബി പ്ലസ് വെർബിൻ്റെ ing ഫോം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലെസൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഡ് ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് അതും ഒരു സെപ്പറേറ്റ് ലെസൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല എൻഡ് സ്ക്രീനിലും അത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് കാണാൻ ശ്രമിക്കണം. പിന്നെ എന്തായാലും നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ടോപ്പിക്ക് ഷുഡ് ബി പ്ലസ് വെർബിൻ്റെ ing ഫോം, അതുപോലെ തന്നെ ഷുഡ് ഹാവ് ബീൻ പ്ലസ് വെർബിൻ്റെ ing ഫോം, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അറിയേണ്ടത്. ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം മനസ്സിലാക്കുക. നമ്മൾ സാധാരണ ഇപ്പോൾ അറ്റ് ദ മോമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ആം ടോക്കിംഗ് ടു യു നൗ. ഐ ആം ടോക്കിംഗ് ടു യു, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ മോമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ യു ആർ ലിസണിങ് ടു മീ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. യു ആർ ലിസണിങ് ഹിയർ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് സിംഗിങ്, ഷീ ഈസ് ഡാൻസിങ്, വി ആർ സ്പീക്കിംഗ്, ദേ ആർ ഗോയിങ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം ആണ്, ing ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എല്ലാവരും മനസ്സിലാക്കുക. അറ്റ് ദ മോമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇനി ഇപ്പോൾ ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി എന്ന് കരുതുക. ഐ ഹാവ് ബീൻ സിറ്റിംഗ് ഹിയർ ഫോർ 1 hour എന്നാണ് പറയുക. ഐ ഹാവ് ബീൻ സിറ്റിംഗ് ഹിയർ ഫോർ 1 hour. ഹാവ് ബീൻ സിറ്റിംഗ് അവിടെ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇപ്പോൾ ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഹാവ് ബീൻ ഉപയോഗിച്ചത്. ഹി ആയിരുന്നെങ്കിൽ ഹി ഹാസ് ബീൻ സിറ്റിംഗ്, ഷീ ഹാസ് ബീൻ സിറ്റിംഗ്, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ആ ഒരു ഡ്യൂറേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുറേ സമയമായി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഒന്ന് മനസ്സിൽ വയ്ക്കണം. ഇനി നമുക്ക് ശരിക്കും നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഷുഡ് ബി പ്ലസ് വെർബിൻ്റെ ing ഫോം ഉപയോഗിക്കുന്നത് എവിടെയാണ്. അപ്പോൾ അതിന് ഞാനൊരു കുഞ്ഞ് സിറ്റുവേഷൻ പറയാം. കുട്ടിക്ക് നാളെ ഇംഗ്ലീഷ് എക്സാം ആണ്. അപ്പോൾ കുട്ടി പഠിക്കാനായിട്ട് മുകളിലേക്ക് പോയി. മുകളിലാണ് സ്റ്റഡി റൂമൊക്കെ. മദർ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. താഴെയാണ് കിച്ചൺ. അപ്പോൾ കുറേ സമയം കഴിഞ്ഞ് മദർ തിങ്ക് ചെയ്യണം, അവൻ എന്താവും ചെയ്യുക ഇപ്പം, അവൻ നോക്കട്ടെ ഒന്ന് എന്ന് കരുതിയിട്ട് മുകളിൽ പോയി നോക്കിയപ്പോൾ അവൻ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുകയല്ല. മദർ പറയണം, ഓ യു ആർ വാച്ചിങ് TV, യു ആർ വാച്ചിങ് TV, നീ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ഷുഡ് ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് നൗ, നീ ഇപ്പോൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത്, ഈ അറ്റ് ദ മോമെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇംഗ്ലീഷാണ്. കാരണം നാളെ ഇംഗ്ലീഷ് എക്സാമാണ്. ഇപ്പോൾ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. യു ഷുഡ് നോട്ട് ബി വാച്ചിങ് TV, യു ഷുഡ് ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അപ്പോൾ ഒരുപാട് സമയമായിട്ടൊന്നുമല്ല, ആ സമയത്ത് മദർ കാണുന്നത് അവൻ TV വാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അമ്മ ഉപദേശിക്കുകയാണ്, യു ഷുഡ് ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് നൗ. ഇപ്പോൾ ഷുഡ് ബി പ്ലസ് വെർബിൻ്റെ ing ഫോം ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ? ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, ഇപ്പോൾ അറ്റ് ദ മോമെൻറ്റ് എന്നാണ് ഷുഡ് ബി പ്ലസ് വെർബിൻ്റെ ing ഫോം ഉപയോഗിക്കുമ്പോൾ ഉള്ള മീനിങ്. ഇനി നമുക്ക് ഷുഡ് ഹാവ് ബീൻ പ്ലസ് വെർബിൻ്റെ ing ഫോം എവിടെ ഉപയോഗിക്കുമെന്ന് നോക്കണ്ടേ? അതിനും ഈ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ ഉപയോഗിക്കാം. മദർ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മകൻ മുകളിലേക്ക് സ്റ്റഡി റൂമിലേക്ക് പോയി പഠിക്കാൻ. അവിടെ TV ഒക്കെയുള്ള റൂമും ഉണ്ട് മുകളിൽ. അപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു 9 o'clock മുതൽ TV ഓൺ ചെയ്തിരിക്കുന്ന ശബ്ദം മദർ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും മുകളിലേക്ക് പോകാൻ
മദർ വളരെ ബിസി ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊന്നും പോകാൻ സമയം കിട്ടുന്നില്ല. പക്ഷേ ഒരു 10 o'clock, ഒരു 1 hour കഴിഞ്ഞപ്പോൾ മദർ മുകളിലേക്ക് ചെന്നു. അപ്പോൾ മകൻ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യു ഹാവ് ബീൻ വാച്ചിങ് TV സിൻസ് 9 o'clock. 9 മണി മുതൽ നീ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ഷുഡ് ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നീ ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരുന്നത് എന്താണ്? TV വാച്ച് ചെയ്യലല്ല, എന്താണ്? ഇംഗ്ലീഷ് പഠിക്കലാണ്. കാരണം നാളെ ഇംഗ്ലീഷ് എക്സാമാണ്. യു ഷുഡ് ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇവിടെ ഷുഡ് ഹാവ് ബീൻ പ്ലസ് ING ഫോമാണ് ഉപയോഗിച്ചത്. അത് കാണിക്കുന്നത് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമാണ്. കാരണം 9 o'clock മുതൽ അവൻ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മദറിന് മനസ്സിലായിട്ടുണ്ട്. യു ഹാവ് ബീൻ വാച്ചിങ് TV സിൻസ് 9 o'clock. 9 മണി മുതൽ നീ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ഷുഡ് ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നീ TV വാച്ച് ചെയ്യലല്ല ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരുന്നത്. ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരുന്ന കാര്യം എന്താണ്? പഠിക്കുക എന്നതാണ്. അപ്പോൾ ഈ ഷുഡ് ഹാവ് ബീൻ യൂസ് ചെയ്തത് എന്താ? ഹാവ് ബീൻ എന്നത് ആ ഒരു ഡ്യൂറേഷൻ കാണിക്കുന്നതിന്, കുറേ സമയമായി നീ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഷുഡ് ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം ഉപയോഗിക്കുന്നത് എവിടെയാണെന്നും മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതാണ് എന്ന് പറയുന്നതും നീ ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരുന്നത് അതാണ് എന്ന് പറയുന്നതും തമ്മിൽ ഡിഫറൻ്റ് അല്ലേ? ആദ്യത്തേത് ഷുഡ് ബി പ്ലസ് ING ഫോം പറയുമ്പോൾ നമ്മൾ അറ്റ് ദ മോമെൻറ്റ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ ഷുഡ് ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം ഉപയോഗിക്കുമ്പോൾ കുറേ സമയമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.